സ്നേഹമുള്ളവരെ, 2024 നവംബർ 10 ഞായറാഴ്ച കേരളത്തിലെ എല്ലാ ഇടവകകളിലും കത്തോലിക്ക കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ മുനമ്പം ഐക്യദാർഢ്യ ദിനം ആചരിക്കുകയാണ്. മുനമ്പം ഐക്യദാർഢ്യ ദിനത്തിൽ ഞങ്ങൾക്ക് കേന്ദ്ര ഗവൺമെൻറ്റിനോടും നിയമം നിർമ്മിതാക്കളോടും നിയമം വ്യാഖ്യാനിക്കുന്ന സുപ്രീം കോടതി മുതൽ മുൻസിഫ് കോടതി വരെയുള്ള ജഡ്ജിമാരോടും നിയമം വ്യാഖ്യാനിക്കാൻ കോടതികളെ സഹായിക്കുന്ന വക്കീലുമാരോടും അഡ്വക്കേറ്റുമാരോടും ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, വഖഫ് ബോർഡിനെ നിരോധിക്കണമെന്ന് കത്തോലിക്ക കോൺഗ്രസ് ആവശ്യപ്പെടുന്നില്ല. വഖഫ് ബോർഡ്, വഖഫ് പ്രോപ്പർട്ടി നിലനിർത്തണം. വഖഫ് ട്രൈബ്യൂണൽ പിരിച്ചുവിടണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല. പക്ഷേ വഖഫ് ട്രൈബ്യൂണലിനെ നരസിംഹറാവു ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ നടത്തിയിട്ടുള്ള നിയമനിർമ്മാണം മൂലം നിയമത്തിന്റെ 83-ാം ഭാഗം 5-ാം വകുപ്പിൽ പറയുന്ന വഖഫ് ട്രിബ്യൂണലിന്റെ സിവിൽ കോടതി അധികാരങ്ങൾ റദ്ദ് ചെയ്യണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അപ്പൊ വഖഫ് ട്രിബ്യൂണല് പിരിച്ചുവിടണ്ട, വഖഫ് ബോർഡ് പിരിച്ചുവിടണ്ട. പക്ഷേ വഖഫ് നിയമത്തിലെ നരസിംഹറാവു ഗവൺമെന്റ് നടപ്പിലാക്കിയ വഖഫ് നിയമത്തിലെ 83-ാമത്തെ ഖണ്ഡികയിലെ 5-ാം ക്ലോസ് എടുത്തു മാറ്റണം. അതിലൂടെയാണ് ഒരു സിവിൽ കോടതിയുടെ അധികാരം വഖഫ് ട്രിബ്യൂണലിന് നൽകിയിട്ടുള്ളത്. അങ്ങനെ കൊടുത്തിട്ടുള്ള അധികാരം അധാർമികമാണ്, അൺഎത്തിക്കൽ. അപ്പൊ എന്തുകൊണ്ടാണ് അത് അധാർമികം എന്ന് പറയുന്നത്? അത് തിരിച്ചറിയാൻ ഇന്ത്യയിലെ ജനങ്ങൾക്ക് കഴിഞ്ഞില്ല എന്നത് വേദനാജനകവും നിരാശാജനകവുമാണ്. അവ നിയമം നിർമ്മിക്കുന്നവര് അത് ധാർമ്മിക നിയമങ്ങൾക്ക് വിധേയമാണോ എന്ന് പരിശോധിച്ചില്ലെങ്കിൽ ഉണ്ടാകുന്ന അപകടത്തിലേക്കാണ് കത്തോലിക്ക കോൺഗ്രസ് വിരൽ ചൂണ്ടുന്നത്. ഉദാഹരണമായി പറഞ്ഞാല്, ഞാനൊരു 8 വർഷം ഒരു മെഡിക്കൽ കോളേജിന്റെ എത്തിക്കൽ കമ്മിറ്റിയുടെ ചെയർമാനായി പ്രവർത്തിക്കുകയായിരുന്നു. ആ ചെയർമാനായിട്ട് പ്രവർത്തിക്കുമ്പോൾ ആ എത്തിക്സ് കമ്മിറ്റിയിലെ പ്രധാനപ്പെട്ട ഒരു ക്ലോസ് ഇതാണ്. അത് ലോകമെമ്പാടുമുള്ള എല്ലാ യൂണിവേഴ്സിറ്റികളിലും പാലിക്കുന്ന ഒരു നിയമമാണ് കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ആ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരു ഉദാഹരണ സഹിതം വ്യക്തമാക്കാം. ഞാൻ എത്തിക്സ് കമ്മിറ്റി ചെയർമാനായിരിക്കുന്ന ഒരു ബോർഡിന്റെ മുമ്പിലേക്ക് എൻ്റെ മകള് ഒരു റിസർച്ച് പ്രപ്പോസലായിട്ട് വരികയാണെങ്കിൽ, ഞാൻ ആ എത്തിക്സ് കമ്മിറ്റിയിൽ ഇരുന്നാൽ എൻ്റെ സാന്നിധ്യം മറ്റുള്ളവരുടെ തീരുമാനത്തെ സ്വാധീനിക്കാൻ സാധ്യതയുള്ളതിനാൽ ഞാൻ എത്തിക്കൽ കമ്മിറ്റിയുടെ ചെയർമാന്റെ സ്ഥാനത്ത് മാറി നിന്നുകൊണ്ടുള്ള ഒരു കമ്മിറ്റി ആയിരിക്കണം എൻ്റെ മകളുടെ പ്രപ്പോസൽ പരിശോധിക്കേണ്ടത്. അങ്ങനെ അപ്പനും മകളും വരിക, ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റും വിദ്യാർത്ഥിയും വരിക. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഒന്നുകിൽ ഈ തലവൻ അനുകൂലമായിട്ടോ പ്രതികൂലമായിട്ടോ വിധി തീർപ്പുണ്ടാക്കാൻ സഹായിക്കും എന്ന സാധ്യതയെ തള്ളിക്കളയുകയാണ്. ഒരു ഉദാഹരണം പറഞ്ഞാല്, PSC ബോർഡിന്റെ ചെയർമാന്റെ മകള് അല്ലെങ്കിൽ ഒരു അംഗത്തിന്റെ മകള് ഇന്റർവ്യൂവിന് വരികയാണെങ്കിൽ, ആ ഇന്റർവ്യൂ ബോർഡില് ആ കുട്ടിയുടെ മാതാവോ പിതാവോ സന്നിഹിതനായാൽ എങ്ങനെയാണ് ഇംപാർഷ്യൽ ആയിട്ടുള്ള ഒരു ജഡ്ജ്മെന്റിന് മറ്റു സമിതി അംഗങ്ങൾക്ക് കഴിയുക? അതാണ് കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ആ ബേസിക് ധാർമ്മിക പരിഗണനയെ ഇല്ലാതാക്കും വിധമാണ് വഖഫ് ട്രിബ്യൂണലിന് സിവിൽ കോടതി അവകാശങ്ങൾ കൊടുത്തിട്ടുള്ളത്. ഉദാഹരണം പറഞ്ഞാൽ, വഖഫ് ബോർഡ് ഒരു വ്യക്തിയുടെ വസ്തു വഖഫാണെന്ന് ക്ലെയിം ചെയ്യുന്നു എന്ന് കരുതുക. ആരാണ് വാദി? വഖഫ് ട്രിബ്യൂണല്. ആരാണ് ജഡ്ജി? വഖഫ് ട്രിബ്യൂണല്. അപ്പൊ വാദിയും ജഡ്ജിയും വഖഫ് ട്രിബ്യൂണൽ ആയിരിക്കുക. അങ്ങനെ വന്നാൽ വാദിയും ജഡ്ജിയും ഒരാളായാൽ ജഡ്ജി എങ്ങനെയാണ് പ്രതി എന്ന് പറയുന്ന ആളുടെ അനുകൂലമായിട്ട്
ഇമ്പാർഷ്യലായിട്ടുള്ള ഒരു ജഡ്ജ്മെന്റിന് സാധിക്കുക? ഇത് കൂടുതൽ വിശദീകരിക്കേണ്ടത് ഭരണഘടനാ വിദഗ്ധരാണ്. ഇത്രയ്ക്കും തെറ്റായ ഒരു നിയമമാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഒരു തൊഴിലാളിക്ക് ടാറ്റ കമ്പനിക്കെതിരെ കേസ് കൊടുക്കണമെന്ന് കരുതുക. അപ്പം ഇന്ത്യ ഗവൺമെന്റ് ഒരു നിയമം ഉണ്ടാക്കുകയാണ്. കോടാനുകോടി രൂപയുടെ സ്വത്തുള്ളതല്ലേ, അതുകൊണ്ട് ടാറ്റ തന്നെ ഒരു ട്രിബ്യൂണൽ ഉണ്ടാക്കുക. എന്നിട്ട് ഈ തൊഴിലാളി ടാറ്റയുടെ ട്രിബ്യൂണലിൽ കേസ് കൊടുക്കുക. എന്നിട്ട് ടാറ്റയുടെ ട്രിബ്യൂണൽ പറയുന്ന വിധി ഈ തൊഴിലാളി അംഗീകരിക്കുക. നിങ്ങളൊന്ന് അതിന്റെ യുക്തി രാഹിത്യം ഒന്ന് പരിശോധിച്ച് നോക്കി. ഒരു പൗരന് കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരെ കേസ് കൊടുക്കാൻ ഇപ്പൊ പറ്റും. കാരണം കോടതിക്ക് മുമ്പിൽ ഈ പൗരനും മുഖ്യമന്ത്രിയും തുല്യ അവകാശമാണ്. അതിന് പകരം ഗവൺമെന്റ് പറയുകയാണെന്ന് കരുതുക, ഭരണപക്ഷ MLA ചേരുന്ന ഒരു ട്രിബ്യൂണലിലായിരിക്കണം മുഖ്യമന്ത്രിക്കെതിരെയുള്ള പരാതി കൊടുക്കേണ്ടത്. ഭരണപക്ഷ MLA ജുഡീഷ്യൽ അധികാരം കൊടുക്കുക. എന്നിട്ട് ആ ട്രിബ്യൂണൽ മുഖ്യമന്ത്രിക്കെതിരെ ഒരു പരാതി കൊടുത്താല് ഈ ഭരണകക്ഷി MLA ട്രിബ്യൂണല് ഈ മുഖ്യമന്ത്രിക്കെതിരായിട്ട് വിധി പ്രസ്താവിക്കുമെന്ന് നിങ്ങൾക്ക് സാമാന്യ ബുദ്ധി ഉപയോഗിച്ചിട്ട് ചിന്തിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ? അതുകൊണ്ട് പ്രിയമുള്ളവരെ, വഖഫ് ട്രിബ്യൂണല് രൂപീകരിച്ചിട്ട് അടിസ്ഥാന എത്തിക്കൽ പരിഗണനയ്ക്ക്, അതായത് കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ്, വാദി തന്നെ ജഡ്ജായിട്ടിരിക്കുക, അങ്ങനെയുള്ള ഒരവസ്ഥ സൃഷ്ടിച്ചെടുത്തുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിനോടും കേരളത്തിലെ 140 MLA സ്നേഹബുദ്ധിയ പറയുകയാണ്, ഈ നിയമം നിലനിൽക്കുന്നത് എന്തായാലും നിയമം നിർമ്മിക്കപ്പെട്ടു പോയി, ഇത് അധാർമികമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വഖഫിന്റെ കേസുകൾ വഖഫ് ട്രിബ്യൂണൽ കൈകാര്യം ചെയ്യട്ടെ. ആ വഖഫ് ട്രിബ്യൂണലും അതിൽ പരാതിയുള്ള വ്യക്തിയും ഇന്ത്യൻ കോടതിയുടെ മുമ്പിൽ 2 വ്യക്തികളായി കണ്ട് അവർ പരസ്പരം വാദിച്ച് ജയിക്കട്ടെ. അതിന് പകരം വഖഫ് ട്രിബ്യൂണലിന് ഒരു ജുഡീഷ്യൽ അധികാരം കൊടുത്തുകൊണ്ട് അവരെടുക്കുന്ന തീരുമാനത്തിന് ഖണ്ഡിക്കാൻ പറ്റാത്ത വിധത്തിൽ ഒരു നിയമം ഉണ്ടാക്കിയത് തെറ്റാണ്. അതിനാരെയും കുറ്റപ്പെടുത്തുന്നതില്ല. ഇപ്പോഴെങ്കിലും ആ തെറ്റ് തിരിച്ചറിഞ്ഞ് എൻ്റെ മുസ്ലിം സുഹൃത്തുക്കൾ തന്നെ അതിൽ നിന്ന് പിന്തിരിയണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിന് പകരം നാളെ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ഒരു ട്രിബ്യൂണൽ ഉണ്ടാക്കിയിട്ട് ആ ട്രിബ്യൂണലിന് ഇന്ത്യയിലുള്ള വസ്തുക്കളൊക്കെ ദേവസ്വം വസ്തുവാണോ എന്ന് പരിശോധിക്കാനും ഭൂമി പിടിച്ചെടുക്കാനും നാളെ ഒരു അധികാരം കൊടുത്താല് ആ അധികാരത്തിന് ഇവിടെയുള്ള കോൺഗ്രസ് 140 MLA പിന്തുണയ്ക്കും. നിങ്ങൾ മറുപടി പറയണം. ഇത് BJPക്ക് അനുകൂലമായോ കോൺഗ്രസിനെതിരായോ മാർക്സിസ്റ്റിനെതിരായോ ഉള്ള ഒരു പ്രസ്താവനയായി നിങ്ങൾ കണക്കാക്കരുത്. അതുകൊണ്ട് കത്തോലിക്ക കോൺഗ്രസിനെ ഈ നാട്ടിലെ നിയമവ്യാഖ്യാതാക്കളോടും നിയമനിർമ്മാതാക്കളോടും ഇന്ത്യൻ സുപ്രീം കോടതിയോടും ആവശ്യപ്പെടാനുള്ളത് ഇതാണ്. ഇന്ത്യയിലെ ഒരു പ്രസ്ഥാനത്തിന് ഒരു ജുഡീഷ്യൽ അധികാരം കൊടുക്കുകയും അവനെതിരെ കേസ് കൊടുത്താൽ അവന്റെ കോടതി വിധിക്കുകയും ചെയ്യുന്ന ഈ സംവിധാനം അധാർമികമാണ്. അധാർമികമായ അടിത്തറയിൽ പണിയപ്പെടുന്ന നിയമസംഹിതകളും നിയമ സംവിധാനങ്ങളും രാജ്യത്തെ പിന്നോട്ട് കൊണ്ടുപോകൂ എന്ന് കത്തോലിക്ക കോൺഗ്രസ് ഓർമ്മിപ്പിക്കുകയാണ്. ഒരിക്കൽ കൂടി കേരളത്തിലെ നല്ലവരായ ജനങ്ങളോട് നവംബർ 10-ാം തീയതി ഞായറാഴ്ച കത്തോലിക്ക കോൺഗ്രസ് ആഹ്വാനം ചെയ്തിട്ടുള്ള മുനമ്പം ഐക്യദാർഢ്യ ദിനത്തിൽ സർവാത്മന പങ്കുചേരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ആയിരക്കണക്കിന് മെമ്മോറാണ്ടങ്ങൾ നിങ്ങളുടെ പ്രദേശത്ത് നിന്ന് ജാതി മത വ്യത്യാസമില്ലാതെ പാർട്ടി വ്യത്യാസമില്ലാതെ രാജ്യത്തെ സ്നേഹിക്കുന്ന ധാർമ്മികതയെ സ്നേഹിക്കുന്ന നിങ്ങൾക്ക് കേന്ദ്ര സർക്കാരിന് നൽകാൻ നിങ്ങൾക്ക് കഴിയട്ടെ, രാഷ്ട്രപതിക്ക് നൽകാൻ നിങ്ങൾക്ക് കഴിയട്ടെ, നിയമവ്യാഖ്യാതാക്കൾക്ക് നൽകാൻ നിങ്ങൾക്ക് കഴിയട്ടെ. ഒരിക്കൽ കൂടി നവംബർ 10-ാം തീയതിയിലെ മുനമ്പം ഐക്യദാർഢ്യ ദിനം വിജയിപ്പിക്കണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.